നമ്മളുടെ ലൈഫിൽ നമ്മൾ വളരെ പോസിറ്റീവായി സന്തോഷപരമായി യാതൊരുവിധ പ്രശ്നവുമില്ലാതെ നമ്മളെടുത്ത തീരുമാനങ്ങളെ ബേസ് ചെയ്ത് നമ്മളെടുത്ത ചോയ്സസിനെ ബേസ് ചെയ്ത് വളരെ സന്തോഷപൂർവ്വമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സന്തോഷത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് കമൻറ്റുകളോ ക്രിറ്റിസിസമോ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാരായിട്ടോ നിങ്ങളെ പരിചയമുള്ള ആരെങ്കിലും ഒരാൾ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ തരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായമോ അവരുടേതായിട്ടുള്ള ഒരു കമൻറ്റോ അവരുടേതായിട്ടുള്ള ഒരു ക്രിറ്റിസിസമോ നിങ്ങൾക്കെതിരെ തരുന്ന സമയത്ത് നിങ്ങളുടെ ആ സന്തോഷത്തിനെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എക്സ്റ്റേണൽ വാലിഡേഷൻ, പുറത്തുള്ള ഒരാളുടെ കമൻറ്റ്, ക്രിറ്റിസിസം, അതുമല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ സന്തോഷത്തിനെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഡേ ടു ഡേ എക്സാമ്പിൾസ് വളരെ ചെറിയ എക്സാമ്പിൾ മുതൽ വലിയ തീരുമാനങ്ങൾ വരെ ഉണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് നിങ്ങളിട്ട് നല്ലോണം അടിപൊളിയായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടൻ ഇത് എന്ത് കോലാണെന്ന് ചോദിക്കുന്നത് മുതൽ നിങ്ങളുടെ 9 to 5 ജോബ് നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ച് ഒരു നോർമൽ കോർപ്പറേറ്റ് ലൈഫ് വേണ്ടാന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലൊരാൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് വരെ ഈ എക്സാമ്പിൾസിലുണ്ട്. അതൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതൊന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല, നീ സേഫായിട്ട് നിൻ്റെ ജോലിക്ക് പോയാൽ മതി. ആ രീതിയിലുള്ള കമൻറ്റ് മുതൽ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ വരെയുള്ള എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് വേറൊരാളുടെ ഒപ്പീനിയനോ കമൻറ്റോ ക്രിറ്റിസിസമോ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എല്ലാവരും കൊടുക്കുന്നൊരു ഉപദേശമാണ്, നീ അത് കാര്യമാക്കണ്ട, നീ അത് മൈൻഡ് ആക്കണ്ട, അവരങ്ങനെ പറയും, നീ അത് വിട്ടുകളയും. പക്ഷേ ഈ വിട്ടുകളയ് എന്ന് പറയുന്നതല്ലാതെ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് ആരും അഡ്വൈസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ ബ്രെയിനിനകത്ത് 2 സ്പേസ് നിങ്ങൾ കൊടുക്കണം. ആദ്യത്തെ സ്പേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ എക്സിക്യൂഷൻ. രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് വേറൊരാളുടെ ഒപ്പീനിയൻ, വേറൊരാളുടെ ഗോസിപ്പ്, വേറൊരാളുടെ മൂഡ്. എവ്രി ടൈം, ഓരോ തവണയും നിങ്ങളൊരു ക്രിറ്റിസിസമോ ഒരു ഫീഡ്ബാക്കോ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ കേൾക്കുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ഒപ്പീനിയൻ ഈ 2 സൈഡിലെ ഏത് സൈഡിലേക്കാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. വേറൊരാളുടെ ഒപ്പീനിയനോ വേറൊരാളുടെ മൂഡോ വേറൊരാളുടെ ഇമോഷനോ ബേസ് ചെയ്ത് അയാൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ കമൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ചിന്തയെ അപ്പുറത്തെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ യാതൊരുവിധ കൺട്രോളും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ യാതൊരു കൺട്രോളും ഇല്ല. അത് നിങ്ങളുടെ കൺട്രോളിൽ വരുന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ക്രിറ്റിസിസം വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അത് നമ്മുടെ എഫേർട്ടിനെയും നമ്മുടെ പ്രിപ്പറേഷനെയും നമ്മുടെ സെൽഫ് എക്സിക്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒപ്പീനിയൻ ആയിരിക്കാം. അങ്ങനെ ഒരു ക്രിറ്റിസിസം ആണെങ്കിൽ അതിനെ പോസിറ്റീവ്ലി വെൽക്കം ചെയ്ത് ബ്രെയിനിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് അതിനെ കണക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായി ഇമ്പാക്റ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. വേറൊരാൾ പറയുന്ന ഒപ്പീനിയൻ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അയാളുടെ മൂഡിനെ ബേസ് ചെയ്ത് അയാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഒരു വില വെക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നോബഡി ഈസ് പെർഫെക്റ്റ്. ഈ ലോകത്തിൽ ഒരാളും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ബ്രെയിനിൻ്റെ സൈഡ് നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ എക്സിക്യൂഷനും മാത്രമായിരിക്കണം. വേറൊരാളുടെ കമൻറ്റിനോ വേറൊരാളുടെ ക്രിറ്റിസിസത്തിനോ അവിടെ യാതൊരുവിധ റോളും ഇല്ല. ഇനി ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ദയവ് ചെയ്ത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക. നിങ്ങൾ വേറൊരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയോ വേറൊരാളുടെ ലൈക്കിന് വേണ്ടിയിട്ടോ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സിന് വേണ്ടിയിട്ടോ ലൈക്സിന് വേണ്ടിയോ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നെവർ എവർ റീച്ച് ദ സ്റ്റേറ്റ് ഓഫ് കണ്ടെൻമെൻറ്റ്. അതിന് എന്താ കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിൽ എത്തിയാലും അതിൻ്റെ ടോപ്പിൽ നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ എന്തായാലും ഉണ്ടാവും. ഏത് മേഖല എടുത്തോളൂ, ഏത് പ്രൊഫഷൻ എടുത്തോളൂ, എന്തെടുത്താലും നിങ്ങൾക്ക് ടോപ്പ് എത്തുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. എപ്പോഴും നിങ്ങളുടെ മുകളിൽ ഒരാൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഫോളോവേഴ്സിൻ്റെ എണ്ണം ആയിക്കോട്ടെ, ലൈക്സിൻ്റെ എണ്ണം ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിടന്ന ഫീഡ്ബാക്കിൻ്റെ എണ്ണം ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഒരു പോയിൻ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ തൊട്ട് മുകളിലത്തെ പോയിന്റിൽ വേറൊരാളുണ്ടാവും. സോ നിങ്ങളെപ്പോഴും അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു കണ്ടെൻമെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല വേറൊരാളുടെ ഒപ്പീനിയനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്തോ, എനിക്ക് ഈ ഒരു ആക്ടിവിറ്റി സന്തോഷം തന്നോ,
എന്ന ചോദ്യം നിങ്ങൾക്ക് എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതാണ്. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. ഒരു കാര്യം കൂടെ ട്രൈ ചെയ്യാൻ പറ്റുന്നത്, അയ്യപ്പനും കോശിയിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പറയുന്നത് പോലെ നമുക്ക് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വേസ്റ്റ് കേസ് സിനേറിയോ എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂളാണെന്ന് പറയുന്നില്ലേ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിഗ് സ്റ്റെപ്പ്, നിങ്ങൾ വേറൊരാളുടെ ക്രിറ്റിസിസമോ ഒപ്പീനിയനോ ഫീഡ്ബാക്കോ ഒക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് ഇരുന്ന് ആലോചിക്കാം, ഞാൻ ഈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും മോശമായിട്ടുള്ള കമൻസും ഏറ്റവും മോശമായിട്ടുള്ള ഫീഡ്ബാക്സും ഏറ്റവും മോശമായിട്ടുള്ള ഒപ്പീനിയൻസും എന്തായിരിക്കും. അത് ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിലൂടെ ഒന്ന് പ്രോസസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുക. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ടുള്ളത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുക. ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ എന്തൊക്കെ വരും എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞു. പിന്നെ വരുന്നതെല്ലാം ചില്ലും കൂടുമായിരിക്കും. അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. വേറൊരാളുടെ ഒപ്പീനിയന്, നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സിന് യാതൊരു വിലയും കൽപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹാപ്പിനെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ് ബിക്കോസ് nobody is going to do it for you. Okay, I will come up with next video. Thanks for watching.